സംസ്ഥാന സർക്കാരിനെതിരെ UDF BJP വിശാല മുന്നണി രൂപപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ UDF തയ്യാറാകുന്നു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ UDF ഒരുപോലെ സഹായിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ രാജ്യത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് BJPക്കെതിരായി വോട്ട് സമാഹരിക്കുന്നതിനുള്ള നിലപാടല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നത്. രാജ്യത്തിനകത്ത് വലിയ തോതിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. ആ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വസ്തു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പനീകരിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. വടകരയിലെ സമ്മേളന നഗരിയിൽ നിന്നും AK ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സമഗ്രമായും ഒപ്പം സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ കൂടി. വിനിഷ, 3 ദിവസത്തെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് വടകര CPIM തുടക്കമായിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന അംഗം TP ദാസൻ പതാക ഉയർത്തിയതോടെയാണ് 3 ദിവസത്തെ സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി സാർവദേശീയ ദേശീയ രാഷ്ട്രീയവും അതേപോലെ തന്നെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയവും വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. കേരളത്തിലെക്കുറിച്ച് പറയുകയാണെങ്കിൽ UDFും BJPയും ചേർന്ന് ഉള്ളൊരു മഴവിൽ സഖ്യമാണ്, അല്ലെങ്കിൽ വിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത്. എങ്ങനെയും LDFിൻ്റെ ഭരണം അവസാനിപ്പിക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. UDF ഇതിനായി ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും വരെ കൂട്ടുപിടിക്കുന്ന സാഹചര്യമുണ്ട്. എല്ലാ വർഗീയ ശക്തികളെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇപ്പോൾ LDFിനെതിരെ CPIMനെതിരെ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2021 എല്ലാ നുണക്കഥകളെയും ശരി, AK ലതീഷാണ് കോഴിക്കോട് നടക്കുന്ന CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളും ഒപ്പം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും സമഗ്രമായി തന്നെ വിശദീകരിച്ചത്.